സർവത്ര കല്ലുമയമായ ഒരു അമ്പലം, കല്ലിൽ ഗുഹാക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ് 5000 വർഷം പഴക്കമുള്ള കല്ലിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ ക്ഷേത്രം പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകം കൂടിയാണ്. ഭക്തജനങ്ങളും ചരിത്രാന്വേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് ഈ പ്രദേശത്തിൻ്റെ വശ്യചാരുത. ഭക്തിസാന്ദ്രവും ശാന്തസുന്ദരവുമായ പ്രകൃതിയും അത്ഭുത പരിവേഷവും ഒക്കെ ചേർന്നതാണ് മൂവാറ്റുപുഴ RDOയുടെ റിസീവർ ഭരണത്തിലുള്ള ഈ അത്ഭുത ചൈതന്യ ക്ഷേത്രം. പല ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രചരിക്കുന്നുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളെയും പോലെ ഇതും ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠകൾ ജൈനമതത്തിലെ തീർത്ഥങ്കരനായിരുന്ന വർദ്ധമാന മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും പത്മാദേവിയുടെയും പ്രതിഷ്ഠകളായിരുന്നു. ജൈന വിഗ്രഹങ്ങളെപ്പോലെ മൂക്കും ചെവിയും നീണ്ടതും ചമ്രം വടിഞ്ഞിരിക്കുന്ന രൂപത്തിലുമുള്ളതായിരുന്നു. ഒരുപക്ഷെ ജൈന സന്യാസിമാർ തപസ് അനുഷ്ഠിച്ച പ്രദേശമായിരിക്കണം ക്ഷേത്രമായി പരിണമിച്ചത്. 9ാം നൂറ്റാണ്ടിൽ ഇത് ഹിന്ദു ക്ഷേത്രമായി മാറിയെന്ന് കരുതപ്പെടുന്നു. ഹൈന്ദവ പൂജാവിധിയിൽ വന്ന ശേഷം ദേവപ്രശ്നത്തിലൂടെയാണ് വിഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞത്. പിന്നീട് പ്രതിഷ്ഠകളുടെ നാമത്തിൽ മാറ്റം വന്നു. ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. 4 പ്രതിഷ്ഠകളാണ് ശ്രീകോവിലിനുള്ളിൽ ഉള്ളത്. പ്രധാന പ്രതിഷ്ഠയായി ദുർഗയും തൊട്ടുപുറകിലായി മഹാദേവനും തെക്ക് ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞ് സന്താനഗോപാലമൂർത്തിയായി വിഷ്ണുവും ഇതിന് അനുകൂലമായി ശ്രീചക്രവുമാണ് ഉള്ളത്. ഉപദേവനായി ഗണപതിയും ശാസ്താവും ശ്രീകോവിലിന് അടുത്തായി നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഒരു കാലത്ത് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ എത്തിയവർ കാനന മധ്യത്തിൽ ദേവീ ചൈതന്യം തുടിക്കുന്ന സുന്ദരിയായൊരു സ്ത്രീ കല്ലുകൊണ്ട് അമ്മാനമാടി കളിക്കുന്നത് കണ്ടുവത്രേ. വനമധ്യത്തിൽ കണ്ട സുന്ദരി ആരെന്നറിയാൻ ആകാംക്ഷയോടെ അവർ അടുത്തു ചെന്നപ്പോഴേക്കും ആ സുന്ദരി അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന കല്ലുകൾ മറയാക്കി ഗുഹയിൽ ഒളിച്ചിരുന്നു. ആ സുന്ദരി രൂപണി കല്ലിൽ ഭഗവതിയായിരുന്നു. അമ്മാനമാടിയപ്പോൾ മുകളിലേക്ക് പോയ കല്ല് മേൽക്കൂരയായും താഴേക്ക് പതിച്ച കല്ല് ഇരിപ്പിടമായും മാറിയെന്നാണ് ഐതിഹ്യം. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയായി നിലം തൊടാതെ നിൽക്കുന്ന ഭീമാകാരമായ പാറയുടെ പ്രകൃതിദത്തമായ അത്ഭുത ദൃശ്യമാണ് ദേവിക്ക് ദിവ്യപരിവേഷമായി നിലകൊള്ളുന്നത്. ഭഗവതി അമ്മാനമാടിയ ശില 15 ആനകൾ വലിച്ചാൽ പോലും നീങ്ങാത്തവയാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ഭീമൻ പാറ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കല്ലിൽ ക്ഷേത്രത്തിലെ പ്രധാന നേർച്ചകൾ ചൂല് നേർച്ചയും കല്ല് നേർച്ചയും ആണ്. ചൂല് നേർച്ച പ്രധാനമായും സ്ത്രീകൾ മുടി സമൃദ്ധമായി വളരാനും പുരുഷന്മാർ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറാനും മാറാരോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് നടത്തുന്നത്. ഇരുമ്പ് തൊടാതെ വേണം നേർച്ചയ്ക്കായുള്ള ചൂല് നിർമ്മിക്കാൻ. തെങ്ങിൽ നിന്ന് ഓല വെട്ടിമാറ്റിയ ശേഷം ഇരുമ്പ് തൊടാതെ വേണം ചൂല് എന്ന പ്രക്രിയ ചെയ്യാൻ. കടയും തലയും വെട്ടാൻ ഓലയിൽ നിന്ന് ഇരുമ്പ് തൊടാതെ ഈർക്കിലി വേർതിരിച്ചെടുക്കുന്നതിന് ശേഷം ഓലക്കീറുകൊണ്ട് തന്നെ ചൂല് കെട്ടണം. വീടുപണി പൂർത്തിയാവാൻ വേണ്ടിയാണ് കല്ല് നേർച്ച നടത്തുന്നത്. വീടുപണി എന്തെങ്കിലും കാരണം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർ വീട് പണിയുന്ന സ്ഥലത്ത് നിന്ന് ചെറിയ 2-3 കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്ര പരിസരത്ത് വീടിനെ സങ്കല്പിച്ച കല്ലുകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാവും എന്നാണ് വിശ്വാസം. ഫലം കിട്ടിയവർ പ്രത്യുപകാരമായി വീട് പാലുകാച്ചുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ വന്ന് ഒരു ദിവസത്തെ പൂജ വഴിപാടായി നടത്തണം. കടും പായസവും നെയ്വിളക്കവുമാണ് പ്രധാന വഴിപാടുകൾ. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ കാർത്തികയുടെ അന്നാണ് ഉത്സവം കൊടിയേറുന്നത്. കാർത്തികയുടെ അന്ന് ദീപാരാധനയോട് കൂടിയാണ് കൊടിയേറുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ആറാട്ട് പതിവാണ്. ക്ഷേത്രത്തിലെ മാരാർ പച്ചമഞ്ഞൾ, പാകമാകുന്നതിന് മുമ്പുള്ള പഴുക്ക, വെറ്റില, ചുണ്ണാമ്പ് എന്നിവ മരത്തിലെ ഉരലിൽ മര ഉലക്ക കൊണ്ട് അതിനെ ഇടിച്ച് ദ്രാവക രൂപത്തിലാക്കുന്നു. അത് പ്രസാദമായി ഭക്തജനങ്ങൾക്ക് നൽകും. ഇതിനുശേഷമാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കാർത്തിക നാളിൽ തുടങ്ങി മകം നാളിൽ തീരുന്ന 8 ദിവസത്തെ ഉത്സവമാണ്.